ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന രണ്ട് തരത്തിലുള്ള ചമ്മന്തിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടാതെ ഒരു 10-15 മിനിറ്റിനുള്ള രണ്ട് ചമ്മന്തി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിലുള്ള രണ്ട് ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നതെന്ന്. വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സർ ജാറിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1 കപ്പ് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ അത് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കട്ടി കൂടിയും കുറഞ്ഞതായിരിക്കും. ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസുള്ള വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നല്ല എരിവുള്ള 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ആദ്യമേ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളം ചേർക്കുമ്പോൾ ആദ്യമേ അരയ്ക്കാനായിട്ട് ഒരുപാട് വെള്ളം ചേർക്കരുത്. അതിനുശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തീരെ പേസ്റ്റ് പോലെ അരയ്ക്കരുത് കേട്ടോ. ചെറിയൊരു തരിതരിപ്പൊക്കെ നിൽക്കുന്ന രീതിയിൽ വേണം ഒന്ന് അരയ്ക്കാനായിട്ട്. കണ്ടതാ ഇതേപോലെ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അരിഞ്ഞു വരാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആദ്യമേ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ചേർത്താൽ മതി. അത് നമ്മൾ അരച്ച് വെച്ചത് ഇതേപോലെ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ഒന്ന് താളിച്ചും കൂടി ഒഴിക്കണം. അപ്പോൾ ചമ്മന്തിക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഈ മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകിയിരിക്കുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. താളിക്കാനായിട്ട് ഒരു 3 ചുവന്നുള്ളി കട്ട് ചെയ്തും അതേപോലെ തന്നെ 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളകും നമ്മുടെ കറിവേപ്പിലയും ആ കറിവേപ്പിലയുടെ ആ തണ്ടും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പതുക്കെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ശരിക്കും കളറൊക്കെ ഒന്ന് മാറി ഒന്നിങ്ങ് വാടി വരുമ്പോൾ നേരെ കറിയിലേക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് എടുത്തൊഴിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, പച്ചമണമൊക്കെ പതുക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ചമ്മന്തിയിലേക്ക് എടുത്തൊഴിച്ച് ഒന്നങ്ങ് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കടുക് താളിച്ചതിനകത്തേക്ക് ഒരിക്കലും ചമ്മന്തി ഒഴിക്കരുത്. ചമ്മന്തിയിലേക്കാവണം നമ്മളിത് ആ കടുക് താളിച്ചത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഒരിക്കലും തിളച്ച് പോകരുത് കേട്ടോ. അതായത് നന്നായിട്ട് ചൂട് കയറി വരരുത് നമ്മുടെ തേങ്ങ ചമ്മന്തി. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. അത്യാവശ്യം കുറുകിയിരിക്കുന്ന ചമ്മന്തിയാണിത്. കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങ ചമ്മന്തി. ഇനി ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ചമ്മന്തിയും പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അടുത്ത ചമ്മന്തി എന്ന് പറയുന്നത് കുറച്ചൊരു എരിവൊക്കെ ഉള്ള ചമ്മന്തി കേട്ടോ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 8-10 നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരുപാടായി പോകരുത്, ഇത്രയും മതിയാവും. പതുക്കെ ഒന്നിങ്ങ് വാടി ആ പച്ചമണം പതുക്കെ ഒന്നിങ്ങ് മാറി വരണം. അതിനുശേഷം ഇതിനകത്തേക്ക് ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-15 ചുമന്നുള്ളിയെങ്കിലും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് മുഴുവനേപ്പാടെ നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഈ വെളിച്ചെണ്ണയിൽ ആ ചൂട് കിടന്നുകൊണ്ട് നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുമന്നുള്ളിയൊക്കെ കളറ് മാറി പതുക്കെ ഒന്നിങ്ങ് ഈ ഒരു പരുവത്തിൽ ഇങ്ങായി വരണം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചുമന്നുള്ളിയുടെ പച്ചമണമാണെങ്കിലും മാറി വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തീരെ പൊടിയായിട്ടൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ ചൂട് കിടന്നുകൊണ്ട് ആ തക്കാളിയും കൂടി പതുക്കെ ഒന്നിങ്ങ് വാടി വരണം. അപ്പോൾ തക്കാളിയും പതുക്കെ ഒന്നിങ്ങ് വാടി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴയൊന്നും വേണ്ട കേട്ടോ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി പതുക്കെ ഒന്നിങ്ങ് വാടി വന്നാൽ മാത്രം മതിയാവും.
ഇനിയാണ് ഇതിനകത്തേക്ക് എരിവിന് വേണ്ടി നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 വറ്റൽമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നീളമുള്ള വറ്റൽമുളക് ആയതുകൊണ്ടാണ് ഞാൻ 10 എണ്ണം എടുത്തത്. ഇനിയിപ്പോൾ ചെറുത് ഇടത്തരമൊക്കെ ഉള്ള വറ്റൽമുളകാണെങ്കിൽ ഒരു 10-15 എണ്ണം വരെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ചൂട് കയറി വരണം. നന്നായിട്ട് വറ്റൽമുളക് ചൂടായി ശരിക്കും അങ്ങ് റെഡിയായി വന്നാൽ മാത്രം മതിയാവും. അതിനുശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വലിയ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാനുള്ളതാണ്. കണ്ടോ, വറ്റൽമുളകാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ തക്കാളിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മളങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 3 വലിയ ടേബിൾ സ്പൂൺ തന്നെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ അരിഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിയുടെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്തതുകൊണ്ട് നല്ലതായിട്ട് കട്ടിക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ താളിക്കാൻ നേരത്തെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ പൊട്ടി വന്ന കടുകിലേക്ക് ഒരു 4-5 കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ഒരുപാടൊന്നും വേണ്ട, ഒരു 4-5 എണ്ണം അത്രമാത്രം മതിയാവും. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണം പതുക്കെ ഒന്നിങ്ങ് മാറ്റിയെടുക്കാം. അങ്ങനെ പച്ചമണമൊക്കെ പതുക്കെ മാറി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പൊടികളാണെന്നുണ്ടെങ്കിലും ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കരിഞ്ഞു പോകും. പതുക്കെ ഒന്ന് ആ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചമ്മന്തിയും കൂടി ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് അരയ്ക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് ഇപ്പോൾ ചമ്മന്തി ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം വരെ നമുക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഈ മിക്സിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ചമ്മന്തിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് ചൂട് കയറി വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പോൾ എരിവ് ഒന്ന് സൂക്ഷിക്കണം. വറ്റൽമുളക് നല്ല എരിവൊന്നും ഇഷ്ടമല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ 10 എണ്ണം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 എണ്ണം വരെ നമുക്ക് എടുത്താൽ മതിയാവും. അല്ല, എരിവൊന്നും കുഴപ്പമില്ലാത്തുണ്ടെങ്കിൽ ഒരു 10-12 എണ്ണമൊക്കെ വരെ നമുക്ക് എടുക്കാം. കണ്ടത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇഡ്ഡലിക്കും അതേപോലെ തന്നെ ദോശയ്ക്കും രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന 2 ചമ്മന്തികളാണ്. എല്ലാവരും ഇതേപോലെ എളുപ്പത്തിൽ 2 ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് തണുത്ത് പോകാതെ ഒരു ചെറു ചൂടോടുകൂടി നമ്മുടെ ഇഡ്ഡലിയുടെയും അതേപോലെ തന്നെ ദോശയുടെയും ഒക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.